ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് 5000 എന്നോട് മേടിച്ചുകൊണ്ട് പോയത്. ഉണക്കപ്പ അവരുടെ പുറകെ അവിടുന്ന് കപ്പ ഇവിടെ കൊണ്ടു തന്നില്ല. അപ്പോൾ അല്ലാതെ അവരുടെ പൈസയ്ക്ക് എനിക്ക് ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. ഇവിടെ മക്കൾ വന്നിട്ട് അവർ ഇന്നലെ വൈകിട്ട് ഒന്ന് വെളുപ്പിനായിട്ട് പോയി. അവരുടെയൊക്കെ എമർജൻസി ലീവ് എടുത്ത് പോകുന്നവരല്ലേ, അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുവരെ അവർക്ക് സ്കാൻ ചെയ്തെടുത്ത് കൊടുത്തു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്വന്തം മക്കളെയും കൊലയ്ക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണണം. സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തം വീട്ടിലേക്ക് അഭയം പ്രാപിച്ചെത്തിയ ഷൈനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ 2 പിഞ്ചോമനകൾ, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് എത്തി. എന്നാൽ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അവർക്ക് ഈ പറയുന്ന പെൺകൊച്ചിന് നല്ല രീതിയിൽ സംരക്ഷണം കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കളുടെയാണ്. എന്നാൽ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എന്നെ വളരെയധികം സ്പർശിച്ച ഒരു കാര്യമുണ്ട്. സ്വന്തം മാതാവിൻ്റെയും പിതാവിൻ്റെയും വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. അതുമാത്രവുമല്ല, ഒരു മകൾ മരിച്ചിട്ട് കുറേ വർഷങ്ങളായ പോലെയാണ് അവരുടെ പ്രതികരണവും. ചിരിച്ച് കളിച്ച് അങ്ങനെയാണ് അവർ വർത്തമാനം പറയുന്നത്. എന്തുവായാലും അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് CCTV രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ പറയുന്ന ഇവരുടെ അച്ഛൻ, ഈ ഷൈനിയുടെ അച്ഛനും അമ്മയും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ആദ്യം കേൾക്കണം. കേട്ടതിന് ശേഷം ഞാൻ പറയാം. എനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നീതിയായിട്ട് ഇപ്പം അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും ആയില്ല. അവൻ ശിക്ഷിക്കപ്പെടണം. എൻ്റെ പരാതി കൊടുത്തിരുന്നില്ലേ? പിന്നെ എവിടേക്കാണ് പരാതി കൊടുത്തത്? ഫാമിലി കോർട്ടിലും ഏറ്റുമാനൂർ തൊടുപുഴ സ്റ്റേഷനിലും. തൊടുപുഴ സ്റ്റേഷനിൽ എന്താ പറഞ്ഞത്? അതവർ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഞാനൊരു വക്കീലിനെ പോലും വെക്കേണ്ടതാണ്, സർക്കാർ വക്കീല. അത് മതി. അവൻ്റെ അവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് അവൻ്റെ പുല്ലുപോലെ നടപ്പുണ്ട്. അന്ന് എന്ത് പരാതി നമ്മൾ കൊടുത്തത്? അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായ്ക്ക് 2:30 മണിക്കാണ് ചെയ്യുന്നത് കൂട്ടിക്കൊണ്ട് വരുന്നത്. അന്ന് ഷൈനി ഇറങ്ങി വന്നതല്ല, അവിടെ നിന്ന് അവൻ അടിച്ചിട്ട്, അതായത് ഈ നോബി അടിച്ചിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്നാണ് ഇവിടെ ഈ പറയുന്ന അച്ഛൻ പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിയർ ആണല്ലോ. ഇവർ പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ്. അത് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അയൽവക്കക്കാർ ഫോൺ വിളിച്ചതിൻ്റെ പ്രകാരമാണ് ഈ അച്ഛൻ ചെല്ലുന്നതും അവിടെ നിന്ന് ഷൈനിയും കൂട്ടിക്കൊണ്ട് വരുന്നതും കൂടെ 2 പെൺകൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. ഓക്കെ, പുള്ളി ബാക്കി പറയട്ടെ. 2:30 മണിക്കാണ് ചെയ്യുന്നത് കൂട്ടിക്കൊണ്ട് വരുന്നത്. വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇറക്കി വിട്ട പെണ്ണിനെ, അല്ലാതെ അവിടെ നിന്ന് പോകുന്നതല്ല. ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ SI സർക്കിൾ കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരുവായത്. അന്ന് രാത്രിയിൽ ഇയാൾ എടുത്തിട്ട് അടിച്ചു. രാവിലെ മുതൽ തുടങ്ങിയതാ. അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു സാക്ഷിയുണ്ട് ആ കേസിലൊക്കെ. അവരിവിടെ വന്ന് ഞാനിവിടെ ഇല്ല. ബോബി ആ സമയത്തുണ്ട്. ആ വീട്ടിലുണ്ടോന്ന് അറിയത്തില്ല. അന്ന് ഈ പറയുന്ന കത്തനാരും അവിടെ ഉണ്ട്. ഈ കാമവിളിയനായിട്ടുള്ള അച്ഛനും അവിടെ ഉണ്ടായിരുന്നു എന്നും ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പുള്ളി ഉണ്ടെന്നേ, അതൊക്കെ കഴിഞ്ഞോ പോയി. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി. ഇതാണ് അതായത് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരുമെന്നുള്ള ഭയം. ഇവിടെ ഈ ഷൈനിയെ ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങൾ ആ പെങ്കൊച്ചിന് നീതി കിട്ടണമെന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഈ പറയുന്ന തന്തപ്പടിക്ക് പേടി. ഇതാണോ ചെയ്യേണ്ടത്? ഒരു തന്തയാണെങ്കിൽ എൻ്റെ മകൾക്ക് സംഭവിച്ച ആരാണത് ചെയ്തെങ്കിലും അവൻ്റെ കുത്തിന് പിടിച്ച് ആ പറയുന്നവനോട് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ അവനോട് ചോദിക്കാനോ ഇറങ്ങിത്തിരിക്കണം. അതില്ല. അല്ലെങ്കിൽ കേസ് നടത്തി അവനെ പൂട്ടിക്കണം. അതുമില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോകുമെന്ന് പറയുന്ന ഒരു തന്തപ്പടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങാരെന്തും മനുഷ്യനാണ്. ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങാർക്കും ഇതിൻ്റെ അകത്തൊരു പങ്കുണ്ട് എന്ന രീതിയിൽ എനിക്ക് തോന്നാനുള്ള കാരണം. ഇങ്ങനെ പറയേണ്ട രീതിയാണോ ഇത്? ഇങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെ പേടിയാണെന്ന്. ഈ ഷൈനിയെ ഒരു പരിചയമില്ലാത്ത ഞാനായിക്കോട്ടെ, വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരുമായിട്ട് അവർക്കൊന്നും പരിചയമില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാർക്ക് പോലും, ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുന്നവർ പോലും, അവർക്കുള്ള അത്ര വേദന പോലും ഈ പറയുന്ന തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുക? ഓക്കെ, ഇദ്ദേഹം ബാക്കി പറയട്ടെ. ഇത്രയൊക്കെ മതി. അമ്മച്ചിയുടെ പേരെന്താ? ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞാണ് സർവിക്കൽ ക്യാൻസറസ് ആയിട്ട് ഞാൻ കീമോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഒരു കാര്യവും പറയാനില്ല. അമ്മ അങ്ങോട്ടങ്ങ് നടന്നുപോയി. അമ്മയ്ക്ക് കീമോയും കാര്യങ്ങളും ഒക്കെ നടന്നതുകൊണ്ട് അമ്മച്ചി ഒന്നും മിണ്ടുന്നില്ലെന്ന്. അമ്മച്ചി ഒരു മൈൻഡും ചെയ്യാതാണ് അങ്ങോട്ട് പോകുന്നത്. അല്ലെ ഒരു അമ്മയാണെങ്കിൽ എന്ത് പറയണം? എൻ്റെ മകൾക്ക് നീതി കിട്ടണം, ഈ എൻ്റെ മകൾക്കെതിരെ ആരാണോ ഈ ചെയ്തത് അവരെ ശിക്ഷിക്കപ്പെടണമെന്ന് അമ്മ വന്നിട്ട് അവിടെ കരഞ്ഞു പറയണ്ടേ? പറഞ്ഞോ? ഇല്ല. ഒരിക്കലും ഷൈനിയും മക്കളും കൂടെ സ്വയം ഇറങ്ങി പോകുന്ന ഇറക്കി വിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിയിൽ നിന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. പുള്ളിയുടെ അനിയൻ്റെ വീടിൻ്റെ വാതക്കെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്. കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകും. എന്തെങ്കിലും പറഞ്ഞു? ഷൈനി പ്രതികരണ ശേഷി ഇല്ലാന്നല്ലേ അവർക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം.
അത് അവരുടെ ജീവിതത്തിലുള്ള ഒരു പാവമായിരുന്നു. ആരോടൊന്നും പറയില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു കാര്യം? ഈ വഴി ചവിട്ടെല്ലാം കൂടെ കിട്ടിയിട്ട് അത് ഏറ്റുമാനൂർ സ്റ്റേഷനിലെ ഡോക്ടറെ ഇൻറ്റിമേഷനൊക്കെ അങ്ങ് പോയതാണ്. അത് ഡോക്ടർ എഴുതിയിരിക്കുന്നതെന്നു എനിക്കറിയത്തില്ല. അഡ്മിറ്റ് ആയില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഏറ്റുമാനൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഗുളികയെല്ലാം കൊടുത്ത് ഓയിൻമെൻറ്റ് കൊടുത്തു വിട്ടായിരുന്നു. ഡോക്ടർ കുറേ ദിവസം ഉണ്ടായിരുന്നു, മേലായിരുന്നു, മേലായിരുന്നു. പക്ഷേ അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട് അവർ പോയില്ല. അതിന് ഉണ്ടായിരുന്നു. ഈ സ്ത്രീധനം ചോദിച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? ശ്രീധനത്തിൻ്റെ പ്രശ്നമല്ല, അവനെന്തോ എനിക്കറിയത്തില്ല, അവളെ ഇഷ്ടമില്ല. ഞാൻ എന്നെ കൊണ്ട് കൊടുക്കാമെന്ന് കൊടുക്കാം. എങ്ങനെയാണ് അപ്പോൾ ഈ കല്യാണം നടന്നത്? കല്യാണം നടന്നോ? അവർ അറേഞ്ച് മാറ്റിയില്ല. അത് ഇവിടെ ഇങ്ങനെ തരുന്നത്, ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഈ ഷൈനി പ്രതികരണശേഷി ഇല്ലാത്ത ആളാണെന്നാണ് ഇവിടെ അച്ഛൻ പറയുന്നത്. അത് ശരിയായിരിക്കാം, പ്രതികരണശേഷി ഇല്ലാത്ത ഒരാൾ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ ഈ ഷൈനി ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയി ആത്മഹത്യയിലേക്ക് ശ്രമിക്കുന്നത്. ഈ പറയുന്ന നോബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 9 മാസമായി. ഇതിൻ്റെ ഇടയിൽ ഇവന് വരികയോ ഇവൻ കോൺടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നും ഈ പറയുന്ന അച്ഛൻ തന്നെ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് ഈ പെൺകുട്ടി പെട്ടെന്ന് ഇത്രമാത്രം പ്രകോപിതരായി ഈ ഒരു ആത്മഹത്യയിലേക്ക് പിഞ്ചു മക്കളെയും കൂട്ടിക്കൊണ്ട് പോയത്? ഇതിൻ്റെ അകത്ത് ഈ അച്ഛനോ അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ മക്കൾക്കോ മറ്റു മക്കൾക്കോ എന്തെങ്കിലും ഒരു ബന്ധം കാണും. അവരെന്തെങ്കിലും ഈ പെൺകുട്ടിയെ വല്ലതും പറഞ്ഞു കാണും, എന്തെങ്കിലും പറഞ്ഞു കാണും. അതൊക്കെ ആയിരിക്കണം ഇതിൻ്റെ അകത്തെ കാരണങ്ങൾ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞിരുന്നു, ഈ പെൺകൊച്ചിനെ ഒന്ന് സഹായിക്കാൻ ഇവരുടെ സഹോദരങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടി ഇന്നും കണ്ടേനെ ജീവനോട്. അവർ ഫ്ലൈറ്റ് പിടിച്ച് വന്നില്ലേ, വന്ന കാശ് മതിയായിരുന്നു ഇതിനെന്തെങ്കിലും കൊടുത്ത് സഹായിക്കാനായിട്ട്. അതവർ ചെയ്തില്ല. ഇവർ കുത്തിനോക്കി വല്ലതും ചെയ്ത് കാണും അതിനെ. അതായിരിക്കണം. എന്തായാലും പുള്ളി ബാക്കി പറയട്ടെ. എനിക്ക് എൻ്റെ പിള്ളേർ ചെല്ലുന്നതായിരുന്നു. ഇപ്പോൾ ഈ 9 മാസവും പിള്ളേർ 3 പേരും കൂടിയാണ്. ഈ നോബി പറഞ്ഞത് നോബി 3 ലക്ഷം രൂപ നിങ്ങളത് പിന്നെ നോബി പറഞ്ഞത് 3 ലക്ഷം രൂപ അവിടെ നിന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചെലവാക്കി. അതങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കാം? അവിടെയല്ലേ ഏറ്റവും വലിയ തെറ്റ്. അവിടെ ചോദിക്കാൻ പറ്റാം. കൂട്ടംകാർ പറഞ്ഞാൽ അവിടെ തന്നെ ചെലവാക്കിയാണ്. ഇവിടെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ലല്ലോ. നമുക്കൊരു 10 പൈസ പോലും ഒന്നുമില്ല. ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് 5000 എന്നോട് മേടിച്ചോണ്ട് പോയത്. ഉണക്കപ്പ അവരുടെ പുറകെ അവിടുന്ന് കപ്പ ഇവിടെ കൊണ്ടുവന്നില്ല. അപ്പോൾ അല്ലാതെ അവരുടെ പൈസക്ക് എനിക്ക് ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ. ഇവിടെ മക്കൾ വന്നിട്ട് അവർ ഇന്നലെ വൈകിട്ട് ഒന്ന് വെളുപ്പിനായിട്ട് പോയി. അവരുടെയൊക്കെ എമർജൻസി ലീവ് എടുത്ത് വന്നവരല്ലേ, അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുവരെ അവർക്ക് സ്കാൻ ചെയ്തെടുത്ത് കൊടുത്തു. ഇവരുടെ മറ്റു മക്കളൊക്കെ എമർജൻസി ലീവ് എടുത്തിട്ടൊക്കെയാണ് വന്നത്. അവർ പോയി, ഒരു കാശ് മുടക്കിയൊക്കെ വന്നു. അവരവരുടെ കടമകളൊക്കെ ചെയ്തിട്ട് അവർ പോയി. 3 മക്കളാണ് ഉള്ളത്. അവർ വന്നു, അവരുടെ കടമ ചെയ്തു, അവർ പോയി. ഓക്കെ, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ പെണ്ണിന് എന്തെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും ഒന്നും ആയേനെ. ഓക്കെ, അതൊന്നും ചെയ്തില്ല. പക്ഷേ അവരുടെ കടമയൊക്കെ നിർവഹിച്ചു പോയി. അപ്പം നല്ല സന്തോഷത്തോടു കൂടിയാണ് വർത്തമാനം പറയുന്നത്. എന്തായാലും കാരണം അവർ കൊള്ളാം. ഓക്കെ, ഇനി പുള്ളിക്കാരൻ പറയുന്ന ബാക്കി കാര്യം ഒന്ന് കേട്ടു നോക്കിയാൽ. ഷൈനിയെ കുറ്റപ്പെടുത്തിയാണ് പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല. ഒരു തന്തപ്പടി പറയേണ്ടി വർത്തമാനമാണോ ഇതൊക്കെ പറയണേ? ഈ ജോലി കിട്ടാത്ത കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലയിടത്തും ജോലി അന്വേഷിച്ച കാര്യം. ഞാനും കൂടെ കൂടിയല്ലേ പോയി എല്ലായിടത്തും പോയത്. എല്ലാം 10-12 ആശുപത്രി. പക്ഷേ അതിന് കുറ്റക്കാരൻ നമ്മളല്ലേ, ഗ്യാപ്പാണ്, 10-12 വർഷത്തെ ഗ്യാപ്പാണ് വെച്ചിന്. അപ്പോൾ അതുകൊണ്ട് ആരും കുടിക്കില്ല. നിയമാനുസൃതം അവർക്ക് കൊടുക്കാൻ പാടില്ല. മെഡിക്കൽ എത്തിക്സ് വെച്ചിട്ട് ജോലി കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മളിങ്ങനെ തപ്പി വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി RN ക്ലക്സ് അവിടെ ഓൺലൈനിൽ കൂടെ. ഇയാളല്ലേ കോടതി അങ്ങനെയൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, എത്തിക്സ് ആണെന്നൊക്കെ. ജോലി കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം? ചുമ്മാ അങ്ങ് തള്ളി വിടുക. എനിക്ക് ഈ അപ്പൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്നും ഈ അമ്മയുടെ ഒരു ഇടപെടലിൽ നിന്നും അന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഈ പെങ്കൊച്ചിൻ്റെ ഫോൺ കണ്ടെടുത്തിട്ട് അത് പരിശോധിച്ച് നോക്കണം. എങ്കിൽ മാത്രമേ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ഈ അപ്പച്ചനെ ഒന്ന് ചോദ്യം ചെയ്യണം, എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ. അല്ലാതെ ഈ ഷൈനി പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചേരുന്നത്? ഇവിടെ ഈ അപ്പച്ചനോട് മീഡിയക്കാർ ചോദിച്ചു ഫോൺ എന്ത് ചെയ്യുന്നത്, ഷൈനയുടെ ഫോൺ എന്ത് ചെയ്യുന്നത്. എനിക്കറിയത്തില്ലെന്നാണ് ഇവിടെ അപ്പച്ചൻ പറയുന്നത്. അപ്പച്ചൻ അറിയത്തില്ലെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് പോലീസുകാരുടെ കിട്ടിയിട്ടുണ്ടാവാം. എന്തായാലും അത് റിക്കവർ ചെയ്ത് എടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ തെളിയണം. ഇവരുടെ സഹോദരങ്ങളും ഈ ഷൈനിയുടെ സഹോദരനും ഈ പറയുന്ന അച്ഛനും അമ്മയും ഒക്കെ ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ അവിടെയോ ഇതിന് സ്വസ്ഥതയില്ല. ഇവിടെ വന്നപ്പോഴും അതിന് ജോലിയൊന്നും കിട്ടുന്നില്ല. ബാക്കി പിന്നെ സ്വസ്ഥതയോടെ ഇല്ലാതായപ്പോൾ അത് കടുങ്കൈ ചെയ്തതായിരിക്കാം. എന്തായാലും ഈ ഒരു CCTV ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കി. ഇവിടെ കണ്ടോ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന ഷൈനി 2 പിഞ്ചു മക്കളെയും കൊണ്ട് ഇറങ്ങി പോവുകയാണ്. അതും വെളുപ്പിനെ 4:43 ആയപ്പോഴത്തേന് ഇറങ്ങുന്നത്, വീടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് 500 മീറ്റർ അകലെയാണ് ഈ റെയിൽവേ ട്രാക്ക്. പള്ളിയിൽ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇറങ്ങുന്നത്. വെളുപ്പിനെ ഇറങ്ങുന്നുണ്ട്, ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, ആ പിഞ്ചു കുഞ്ഞ് വരാതിരുന്നപ്പോൾ കൈക്ക് പിടിച്ച് അതിനെ വലിച്ചുകൊണ്ടാണ് ഈ ഷൈനി പോകുന്നത്. വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇതുപോലെ എത്രയോ സ്ത്രീകളുണ്ടാകാം. വളരെ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ പെങ്കൊച്ചിനെ, രണ്ടാമത്തെ പെങ്കൊച്ചിനെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ പെങ്കൊച്ച് വിസമ്മതിക്കുന്നുണ്ട് വരാനായിട്ട്. പക്ഷെങ്കിൽ അതിനെ കൈക്ക് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഷൈനി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എത്ര സഹിച്ചിട്ടുണ്ടാവാം ഈ ഷൈനി. ഇവിടുന്ന് 4:43 പോയിട്ട് അവിടെ 5:30
ഈ കോട്ടയം അതോടൊപ്പം തന്നെ നിലമ്പൂർ എക്സ്പ്രസിൻ്റെ മുമ്പിലാണ് നിന്നത്. 2 മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഷൈനി അവിടെ നിന്നത്. നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കി. ആദ്യം ഇളയ കൊച്ച് മുമ്പോട്ട് വരുന്നു റോഡിലേക്ക്, അത് കഴിഞ്ഞ് മൂത്ത കൊച്ച് വരുന്നു, പിന്നെ ഷൈനി വന്ന് ആ ഇളയ കൊച്ചിനെ പിടിക്കുന്നു. ഇളയ കൊച്ച് വരുന്നില്ല, പിന്നെയും വലിച്ചുകൊണ്ടാണ് അതിനെ കൊണ്ടുപോകുന്നത്. മൂത്ത കൊച്ചും അതിൻ്റെ കൈക്ക് പിടിക്കുന്നുണ്ട്. ആ മൂത്ത കൊച്ച് തീരുമാനിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇളയ കൊച്ചിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. വളരെ സങ്കടം തോന്നുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണിത്. നീ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അതൊരു സങ്കടം തരുന്ന കാര്യം തന്നെയായിരിക്കും. ഓക്കെ, ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി പോകണമെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ എവിടെയും മനസമാധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി കാണും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അവിടെ ഒരു കൗൺസിലിങ്ങിനൊക്കെ ഒത്തിരി പൈസ വേണമായിരിക്കാം, പക്ഷേ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമായിരുന്നു. ഒരു ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക കാര്യങ്ങൾ, ആരെങ്കിലും സഹായിക്കും. ഈ കാലത്ത് സഹായിക്കാത്തവരെ ചുരുക്കമാണ്. നമ്മുടെ മലയാളികൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്നേ. നിങ്ങൾക്കൊക്കെ ദുരാഭിമാനം തോന്നിക്കൊണ്ട് പറയാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് മറക്കാതിരിക്കുക. എന്തായാലും നിങ്ങൾ അടുത്തൊരു CCTV ദൃശ്യങ്ങളോടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന 2 മക്കളും ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളും കടന്നു വരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടേ. ആദ്യം ചെറിയ കൊച്ചു വരുന്നുണ്ട്, പിന്നെ മൂത്ത കൊച്ചും വരുന്നുണ്ട്. വളരെ കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. CCTV ദൃശ്യങ്ങളാണ്. സ്കൂൾ യൂണിഫോമിലാണ് അതുങ്ങൾ വരുന്നത്. എന്താണ് ഇന്നും അതുങ്ങൾ ഇവിടെ ചാടിക്കളിച്ച് നടക്കേണ്ടതല്ലേ? അതുങ്ങളെ സ്കൂളിൽ കുട്ടികളുടെ കൂടെ അതുങ്ങൾ ഓടിച്ചാടി നടക്കേണ്ടതല്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതിൻ്റെ അകത്ത് പങ്ക് ഈ പറയുന്ന കത്തനാർക്കും അതോടൊപ്പം തന്നെ കെട്ടിയോനായിട്ടുള്ള ഈ നോബിക്കും പിന്നെ ഈ പറയുന്ന ഷൈനിയുടെ വീട്ടുകാർക്കുമുള്ള പങ്കിനെ കുറിച്ച് കൂടുതലായും വ്യക്തമായിട്ടുമുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം. ഇല്ല എങ്കിൽ ഈ പറയുന്ന ഷൈനിക്ക് ഒരിക്കലും നീതി കിട്ടത്തില്ല. നമ്മളെപ്പോലുള്ള പലരും ഷൈനിക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഷൈനിക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണമെന്ന് നമ്മൾ ഓരോരുത്തരും പറയുമ്പോഴും ഇവിടെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു കൂസൽ കാണുന്നില്ല. അവരുടെ വായിൽ നിന്നും അങ്ങനത്തെ ഒരു വർത്തമാനം പോലും വരുന്നില്ല. അതിന് അവർ പറയുന്ന ന്യായങ്ങളും അവർ പറയുന്ന ആ ചിരിച്ചുകൊണ്ടുള്ള വർത്തമാനമൊക്കെ കാണുമ്പോൾ എന്നോ നടന്നൊരു സംഭവം പോലെയാണ് അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ. നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരെ തോന്നുന്നത്? സത്യത്തിൽ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കാരണം ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വൈകാരികമായിട്ടാണ് സംസാരിക്കാറ്. ഈ ഒരു കാര്യം കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. ഈ പറയുന്ന കിളവനോട് ദേഷ്യവും തോന്നി. സത്യത്തിൽ ഇങ്ങനെ ആരെയാണ് പേടിക്കുന്നത്? സ്വന്തം മകളെ കൊന്നു തിന്നവന്മാരെ പേടിക്കാനോ? ഒരപ്പൻ ചെയ്യേണ്ടതാണോ ഇതിങ്ങനെ? ഒരമ്മ ചെയ്യണോ ഇങ്ങനെ? ഇവരെ കൊലയ്ക്ക് കൊടുത്തത് ആരായാലും അവരെ ശിക്ഷിക്കണമെന്ന് പറയുന്നത് വിട്ടിട്ട് ഇവര് പേടിക്കുന്നു പോലും. എന്നിട്ട് ചിരിച്ചു പറയുകയാണ്. ഈ 9 മാസം ഈ പെൺകുട്ടിക്ക് ഒരു കുഴപ്പവുമില്ലാതിരുന്നിട്ട് പെട്ടെന്ന് തോന്നിയ ഈ ഒരു മരണം അത് അന്വേഷിക്കണം, അതെന്താണെന്ന് കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.